ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് എക്സ്പ്ലോറർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളത്. വളരെ ഈസി ആയിട്ട് ഇഡ്ഡലിക്കും ദോശകൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയൊരു ചട്നിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഇവിടെ ഞാനൊരു അരക്കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഒരു ഗ്രൈൻഡറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളകും ഇഞ്ചിയും പുളിയൊക്കെ ചേർക്കാം. ഞാനിവിടെ 3 മുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്തിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട്, അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മളിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ നമ്മളിതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ചട്നി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇനി നിങ്ങൾക്ക് ഇത് ചൂടാക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ ആണെങ്കിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നേരെ ഒരു ബൗളിലേക്ക് മാറ്റി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കടുക് വറുത്തിട്ട് അതിന് മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റ്. ഇത് പലർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.